പ്രിയമുള്ളവരെ, ഇതാണ് ഊട്ടി ഫേൺ ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന നാരായണ ഗുരുകുലം. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതാണ് ആശ്രമത്തിലേക്കുള്ള ഗേറ്റ്. ഇതുവഴി നമുക്കകത്തേക്ക് കയറാം. കയറുമ്പോൾ രണ്ട് വഴികൾ കാണും. നേരെ ഒരു വഴി, പിന്നെ ഇതാ വലതുവശത്തേക്ക് പോകുന്ന മറ്റൊരു വഴി. നമ്മൾ പോകേണ്ടത് നേരെയാണ്. അറിയിച്ചിട്ട് വരുന്നതായിരിക്കും ആശ്രമത്തിലുള്ളവർക്കും നമുക്കും സൗകര്യം. ആശ്രമം എന്നുള്ള ഒരു പരമ്പരാഗതമായ കൺസെപ്റ്റിനെയൊക്കെ റദ്ദ് ചെയ്യുന്ന ഒരു മട്ടാണ് ഇവിടെ കാണാൻ പറ്റുക. ഗുരുവിന് ശേഷം മുനിനാരായണ പ്രസാദ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വ്യാസപ്രസാദ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മലയാളിയല്ല, നൈനിത്താൾക്കാരനാണ്. 55 വർഷങ്ങളോളം ഗുരുവിൻ്റെ കൂടെ താമസിച്ച് സന്യാസ ജീവിതം സ്വീകരിച്ച് ഇവിടവുമായി പൊരുത്തപ്പെട്ട് ഇപ്പോൾ ഗുരുകുലത്തിൻ്റെ ഇൻചാർജ് വ്യാസപ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ പരിചയമുള്ളവരുടെ അടുത്ത് നിന്ന് വാങ്ങി അദ്ദേഹത്തെ അറിയിച്ചിട്ടാണ് ഞാനിവിടെ താമസിക്കാനായിട്ട് വന്നത്. അതിമനോഹരമായ ഊട്ടിയിൽ ടൂറിസ്റ്റുകൾ വന്ന്, ഞാൻ ഏത് ടൂറിസ്റ്റ് പ്രദേശങ്ങളിലും പോയില്ല, ഇവിടെ വന്ന് 2 ദിവസം താമസിക്കണമെന്നുള്ള വളരെ കാലത്തെ മോഹം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒറ്റയ്ക്ക് ഒരു യാത്ര തരപ്പെടുത്തി ഇവിടെ വന്നത്. കണ്ടോ, എൻട്രൻസിൽ തന്നെ വമ്പൻ യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ട്. മുമ്പിലേക്ക് പോകാം നമുക്ക്. ഈ വഴി ഞാനിങ്ങനെ പതുക്കെ നടക്കുകയാണ്. നോക്കിയാൽ കാണാവുന്ന ദൂരത്താണ് ഗുരുകുലത്തിൻ്റെ കെട്ടിടങ്ങൾ. ഞാൻ തനിച്ചാണ്. ഇവിടെ സാധാരണ ഗുരുപൂജയൊക്കെ മെയ് മാസത്തിൽ നടക്കുമ്പോൾ ധാരാളം സന്ദർശകരുണ്ടാവാറുണ്ട് അത്രേ. അതല്ലെങ്കിലും ശാന്തിയും മനസ്സുഖവും, യഥാർത്ഥമായ മനസ്സുഖവും ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ തനിയാണ്, വേറെ അന്തേവാസികളാരുമില്ല. നമ്മളിങ്ങനെ പോയാൽ ഇതാണ് ഗുരുകുലത്തിൻ്റെ മുറ്റം. കണ്ടോ, മനോഹരമായ ഒരു കുഞ്ഞി ഗാർഡൻ. അതൊക്കെ കടന്ന് ഇതാണ് പ്രാർത്ഥനാ മന്ദിരവും. ഇപ്പോൾ ഇൻചാർജുള്ള വ്യാസപ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹം താമസിക്കുന്ന ഇടം. ഇതിൻ്റെ അകത്ത് ഒരു പൂജാ ഹാളുണ്ട്. രാവിലെയും വൈകുന്നേരവും ധ്യാനമൊക്കെ അവിടെ നടക്കും. ഇത് കഴിഞ്ഞാൽ നേരെ വലതുവശത്ത് ഇങ്ങനെ കയറി പോവാവുന്ന ഒരിടം കണ്ടു, അവിടേക്ക് പോവാം. അതിന് മുൻപ് തൊട്ടിപ്പുറത്ത് ഇവിടെ റിസപ്ഷൻ എന്ന പേരിൽ ഒരു കുഞ്ഞി കെട്ടിടമുണ്ട്. ഫാനോ AC ഒന്നും വേണ്ടാത്ത കാലാവസ്ഥയല്ലേ ഇവിടെ. ഇതിനകത്ത് 7 മുറികളാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു മുറിയിൽ വേറെ ആരുമില്ല. 6 മുറികളും കാലിയാണ്. ഇവിടെയാണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം തരിക. നമുക്ക് മുകളിലേക്ക് കയറി പോവാം. കണ്ടോ, നല്ല കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് ഒരു കോഴിക്കോട്ടുകാരൻ സുരേഷാണത്രേ ഇങ്ങനെ ഇവിടെ ശില്പപ്പണികളൊക്കെ ചെയ്തിട്ടുള്ളത്. മുകളിലേക്ക് കയറി പോവുകയാണ്. പോകുമ്പോൾ ആദ്യം ഈ ഭാഗത്തേക്ക് പോവാം കേട്ടോ. ഇത് ഇവിടുത്തെ ഏറ്റവും മികച്ച ആധ്യാത്മിക ഗ്രന്ഥങ്ങളും നാരായണഗുരു, നടരാജഗുരു, നിത്യചൈതന്യയതി, ഇപ്പോഴുള്ള വ്യാസപ്രസാദ്, അവരൊക്കെ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ രചയിതാക്കളും കൂടിയാണ്. അതുകൂടാതെ സകല ഉപനിഷത്തുക്കളും ഒക്കെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ലൈബ്രറി. നമ്മളെ വിസ്മയിപ്പിക്കും ആ ലൈബ്രറിയുടെ വലുപ്പവും അതിൻ്റെ സൗകര്യങ്ങളുമൊക്കെ. കണ്ടോ, ഇതാണ് ലൈബ്രറിയുടെ മുൻവശം. ഞാനിത് തുറന്ന് അകത്ത് കയറി കാണിച്ചു തരാം. കണ്ടോ,
ഏറ്റവും ശാന്തസുന്ദരമായ, എന്താണ് ശാന്തത, എന്താണ് നിശബ്ദത എന്നുള്ളതിൻ്റെ യഥാർത്ഥമായൊരു കാഴ്ചയാണ് ഫേൺഹില്ലിലത്തെ ഗുരുവിൻ്റെ ഈ നാരായണ ഗുരുകുലം. വിശാലമായ ലൈബ്രറിയാണ്. നമുക്ക് വന്നിരുന്ന് വായിക്കാം. പുസ്തകങ്ങൾ കാണുന്നത് തന്നെ ഒരു സന്തോഷമല്ലേ. ഗുരുവിൻ്റെ ഒരു പടം ആരോ വരച്ച് വെച്ചിട്ടുള്ളത് കണ്ടോ. പുറത്ത് പോവാം. ഇനി നമുക്ക് ഈ ലൈബ്രറിയുടെ വശത്തു കൂടെ ഇങ്ങനെ ഒരു വഴിയുണ്ട്. എത്ര രസമാണെന്നറിയോ കാണാൻ. ഇതിൻ്റെ പരിസരം കണ്ടു. ഇടതിങ്ങി പാർക്കുന്ന മനുഷ്യർ ഉള്ള ഇടം ദൂരത്ത് നമുക്ക് കാണാം. ഇത് മാത്രമല്ല, ഇതിൻ്റെ താഴെ കൂടെ ഊട്ടിയിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്കും അതേപോലെ കൂനൂരിലേക്കും ഒക്കെ പോണ ഒരു ട്രെയിനില്ലേ, പരമ്പരാഗതമായ ഊട്ടി ട്രെയിൻ, അത് പോണത് കാണാം കേട്ടോ. ദിവസത്തിൽ പല പ്രാവശ്യം അതിങ്ങനെ പോവും. നല്ല ഒച്ചയിൽ ഹോണൊക്കെ മുഴക്കി ഇങ്ങനെ പോവും. അതിൻ്റെ ഒച്ച ഈ നിശബ്ദതയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒച്ചയാണ്, അല്ലാതെ നമ്മളെ ശല്യപ്പെടുത്തുന്ന ഒരു ഒച്ചയല്ല. ഞാനിവിടെ 2 ദിവസത്തേക്കാണ് വന്നത്. ഞാൻ പുറത്ത് എവിടെയും പോയില്ല കേട്ടോ. ഇത് കണ്ടു, ഒരു വഴി മരങ്ങളുടെ ഇടയിൽ കൂടെ. ഇത് ചെന്നെത്തുന്നത് എവിടെയാണെന്നറിയോ? കാണിച്ചു തരാം കേട്ടോ. നോക്കൂ, തനിയേ ഉണ്ടായിട്ടുള്ള വഴിയാണ്. ആരും വെടുപ്പാക്കിയിട്ട് ഇങ്ങനെ ഒരു പുൽക്കുടിൽ ഉണ്ടാക്കിയതൊന്നുമല്ല. തന്നെ 2 മരങ്ങളിൽ നിന്ന് ഉണ്ടായി വന്നിട്ടുള്ള വഴിയാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ, ഒരു മനുഷ്യജീവിയുടെ ഒരു ശബ്ദവും ഇല്ല കേട്ടോ. അത് ഞാനിന്ന് തന്നെ ഇവിടെ താമസക്കാരി ആയതുകൊണ്ടും കൂടിയാണ്. ഇത് കയറി നമ്മൾ അങ്ങോട്ട് ചെല്ലണത് നോക്കൂ. ഇതാണ്, ഈ കാണുന്നതാണ് ഏറ്റവും ദൈക്ഷണികനായ ജീനിയസായ നിത്യചൈതന്യ എന്ന മഹാഗുരുവിൻ്റെ സമാധിയാണ്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞല്ലോ, നല്ല കാറ്റാണ്. എൻ്റെ ചുറ്റും യൂക്കാലി മരങ്ങൾ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണേ. അസല് കാറ്റാണ്. കയറി കാണിച്ചു തരട്ടെ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ കയറി ഇതിങ്ങനെ കാണാൻ പറ്റും കേട്ടോ. പൂട്ടിക്കിടക്കുകയാണ്. ഇതിങ്ങനെ ഈ ജനലോരത്ത് കൂടെ ഞാനിങ്ങനെ അകത്ത കാഴ്ച ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. തുറന്നെപ്പോഴും എല്ലാവർക്കും പ്രവേശിക്കാൻ പറ്റില്ല. ഒരു സമാധിത്തറ, അതിൻ്റെ ചുറ്റും പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സമയത്ത് ഇരിക്കാനുള്ള ഒരു ഹാളാണ്. അല്ലാതെ വേറെ ഒരു ഫോട്ടോ പോലും ഇതിനകത്തില്ല. അങ്ങനെ ഈ സമാധി മന്ദിരത്തിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ കാടും കുറ്റിക്കാടുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണ, ഒന്നും പേടി തോന്നില്ല. പക്ഷെ നമുക്ക് സാധാരണ നിശബ്ദതയും വല്ലാത്ത ഏകാന്തതയും ഒക്കെ തോന്നേണ്ടതാണ്. പക്ഷെ നമുക്ക് എന്തുകൊണ്ടോ ഇവിടെയൊക്കെ ആ കുഞ്ഞു കുഞ്ഞു കുടീരങ്ങളൊക്കെ കണ്ടു. അവിടെയൊക്കെ പണ്ടൊക്കെ ഇവിടെ ഗുരുവൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആരൊക്കെ താമസിച്ചിരുന്നു അത്രേ. ഇപ്പോൾ ഒന്നും ആരുമില്ല കേട്ടോ. നമ്മളിങ്ങനെ നേരെ ഞാൻ ആ വന്ന വഴി തന്നെ പോയി എത്തിച്ചേരും. നോക്കിക്കോളൂ കേട്ടോ, കാണിച്ചു തരാം. ഇവിടെ ഒരു മനോഹരമായൊരു ശില്പം. ഞാൻ പറഞ്ഞില്ല, ഇതാരാ ഉണ്ടാക്കിയിരിക്കണമെന്ന് എനിക്കറിയില്ല. കോഴിക്കോട്ടുകാരൻ സുരേഷാണോ എന്നറിയില്ല. കണ്ടോ, ഒരു സുന്ദരിയുടെ ശില്പമുണ്ട്. പിന്നെ കണ്ടു, ഈ പോണ ഒരു ഇറക്കമുണ്ടല്ലോ, ഇത് നമ്മൾ നേരെ ഗേറ്റിൻ്റെ അടുത്ത് പോയി എത്തും. ഇവിടെ 1-2 കാഴ്ചകളും കൂടെ കാട്ടിത്തരണമുണ്ട്. ഞാൻ ആ വഴിയെ പോകണില്ല കേട്ടോ. ഇങ്ങനെ പോവാ. ഞാൻ കുറച്ച് വേഗം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ടെന്ന് പറഞ്ഞിട്ടും കൂടിയാണ്. താല്പര്യമുള്ളവർ കാണണം കേട്ടോ, ഉപകാരപ്പെടുത്തണം. എന്നിട്ട് ഇവിടെയൊക്കെ കണ്ടു, ചെറിയ ചെറിയ ഇരുന്ന് സംസാരിക്കാനും ചർച്ച ചെയ്യാനും അതേപോലെ വാഗ്വാദങ്ങൾ പണ്ടൊക്കെ ഇവിടെ സജീവമായിരുന്നു അത്രേ, ഗുരുവൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്. ഇത് നമ്മൾ കണ്ട ലൈബ്രറിയുടെ മുകൾ വശമാണ്. ഇവിടെ ഇപ്പോൾ ഡേവിഡ് എന്ന് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷുകാരൻ താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ബ്രിജിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിദേശ വനിതയുമുണ്ട്. അവരിങ്ങനെ വർഷങ്ങളായിട്ട് ഇവിടെ താമസമാണത്രേ.
വൻ യൂക്കാലി മരങ്ങൾ കണ്ടോ, ആകാശത്തിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കാറ്റും പടർന്ന് നിൽക്കുന്നത് കാണുമ്പോൾ ഇതാണ് നാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ പ്രതിമ ഇവിടെയുള്ളത്. നോക്കൂ, കണ്ടോ, വെറുതെ ആ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന അതിനെ പിന്നീട് മറ്റൊരു ജാതിയാക്കി മാറ്റിയെടുത്ത നമ്മുടെ കൂടെയുള്ള കുറേ ആൾക്കാർ വന്ന് കാണേണ്ടതാണ്. ആ മുഖത്തെ ദാർശനിക ഭാവമൊക്കെ ഉണ്ടല്ലോ. ഒരുപാട് നേരം, എത്ര നേരം നോക്കി നിന്നാലും ഒരു പ്രതിമയാണെന്നത് മറന്നുകൊണ്ട് നമുക്കിങ്ങനെ കണ്ടോട്ട് നിൽക്കാൻ തോന്നും. ഇഷ്ടം പോലെ പൂക്കളാണ് കേട്ടോ, ഇതിൻ്റെ ചുറ്റും നിറയെ പൂക്കളാണ് ഇവിടെ. ഇതൊക്കെ ആശ്രമത്തിൻ്റെ, ഗുരുകുലത്തിൻ്റെ സ്ഥലം തന്നെയാണ്. ഇതാണ് ഇവിടെ വാട്ടർ കണക്ഷൻ കണ്ടോ, വലിയ വാട്ടർ ടാങ്കാണിത്. ഗുരുകുലത്തിൽ ഒരുപാട് അന്തേവാസികളൊക്കെ പണ്ടുണ്ടായിരുന്നു അത്രേ. എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുമ്പോഴൊക്കെ അനവധി പേര് ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അദ്ദേഹം വളരെ ആത്മാർത്ഥമായി ശ്രമപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു കെട്ടിടമാണ് ഇത്. ഞാൻ ആ ലൈബ്രറിയുടെ താഴെ കൂടെ നമ്മൾ നടന്നു പോയല്ലോ, അതിൻ്റെ തൊട്ട് മോൾ ഭാഗത്താണ് ഈ ഒരു കെട്ടിടം, കുഞ്ഞി കെട്ടിടം. ഇതെന്താണെന്നറിയോ? ഇതാ ബുക്സ് എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ. നമുക്കത് തുറന്നകത്ത് കയറാം. കാണണോ? ഞാനൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇത്തിരി ബലം പിടിക്കണം. ഇതാ, ഇതിൻ്റെ അകത്ത് വിൽപ്പനയ്ക്കുള്ള പുസ്തകങ്ങളാണ്. കണ്ടോ, ഇവിടെ ഒരു 2-3 ഷെൽഫുകളിലായിട്ട് പുസ്തകം വെച്ചിട്ടുണ്ട്. നമുക്കത് കഴിഞ്ഞ് നമുക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങളെടുത്ത് GPay ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മളെ വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും വേണ്ടത്. അതാണല്ലോ, ചതിക്കില്ല, വിശ്വസിക്കാം എന്നുള്ളിടത്തല്ലേ മനുഷ്യൻ്റെ പരാജയങ്ങൾ മുഴുവനും. അവിടെ പാളിച്ച വരുമ്പോൾ ഇവിടെ അതല്ല, വിശ്വാസമാണ്. ഇതാ 2 ഭാഗത്തും അതിമനോഹരമായ പൂക്കൾ. ഞാനിപ്പോൾ നടന്നു തുടങ്ങിയിട്ട് തന്നെ ഏകദേശം എത്തിയിട്ടോ. ഈ ഇറക്കം അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ആ താമസിക്കാനുള്ള കോട്ടേജ് കാണിച്ചു തന്നില്ലേ, ചെറുത്, അവിടെ എത്തും. ഒരിടവും കൂടെ കാണിച്ചു തന്നാൽ ഈ ഗുരുകുലത്തിൻ്റെ ശാന്തത വാക്കുകളിൽ പൂർണ്ണമാക്കാൻ പറ്റും, അനുഭവത്തിൽ പൂർണ്ണമാക്കാൻ പറ്റില്ല. അത് അനുഭവിച്ച് തന്നെ അറിയണം. കണ്ടോ, ഞാൻ താമസിക്കുകയാണെന്ന് പറഞ്ഞാൽ എത്തി. ഇനി ഒരിടവും കൂടെ കാണിച്ചു തരാം. ഏറ്റവും അവസാനം ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയാൽ ഈ 2 പ്രധാനപ്പെട്ട ഗുരുമന്ദിരത്തിൻ്റെയും അതേപോലെ ഈ താമസിക്കാനുള്ള ആ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെയും ഇടയിൽ കൂടെ ഇങ്ങോട്ട് ഒരു ഇറക്കമുണ്ട്. കണ്ടോ, ഈ ഇറക്കം പോയി എത്തുന്നത് കിച്ചണാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ഇങ്ങനെ ഞാൻ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ, ഇവിടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാക്കണത് കാണാം. ഇവിടെ ഒരു പൂച്ചയുണ്ട്. ഈ പൂച്ച ഇവിടെ ഉള്ളതാണ്, സ്ഥിരമായിട്ടുള്ളതാണ്. അവൻ സ്വാമിയുടെ പെറ്റാണ്. ഇതാണ് കിച്ചൺ. നമുക്ക് സൗകര്യം പോലെ വന്ന് തോന്നിയ പോലെയൊക്കെ ഭക്ഷണം കഴിക്കാം, ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ പല വീഡിയോയിലും കണ്ടു. അതൊന്നുമില്ല. വളരെ ശാന്തമായി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇതാണ് കസ്തൂരി, പ്രിയപ്പെട്ടവളാണ് ഗുരുകുലത്തിൻ്റെ. അവരാണ് ഇവിടെ നമുക്ക് വരുന്നവർക്ക് വേണ്ടുന്ന ലളിതമായ ഭക്ഷണം ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പ്രിയപ്പെട്ടവളാണ്, സ്നേഹമുള്ള കസ്തൂരി കൈ കാണിക്കുന്നുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു ജീവിതത്തിലത്തെ 2 ദിവസങ്ങളാണ്. തിരിച്ചിങ്ങനെ കയറിയാൽ കിച്ചണിൽ 2 നേരമാണ് ഇവിടുത്തെ ഭക്ഷണം. രാവിലെ ഒരു 10:30 ആവുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഭക്ഷണം കഴിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5:30 മണിക്ക് ഭക്ഷണം കഴിക്കും. ഇത് ഞാൻ വന്ന് കയറിയ ഗേറ്റിൻ്റെ അടുത്തേക്ക് നടന്ന് വന്ന ആ വഴി തിരികെ പോണത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിലെ ആർഭാടങ്ങളും അഹങ്കാരവും പലതരത്തിലുള്ള കൊള്ളരുതായ്മകളുമൊക്കെ മാറ്റിവെക്കാൻ സമയമായി എന്ന് തോന്നുന്നവർക്ക്, അതല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ജീവിതത്തിൻ്റെ അർത്ഥം നിശബ്ദതയും ശാന്തിയും കൂടി ചേർന്നതാണെന്ന് മനസ്സിലാക്കാൻ മോഹമുള്ളവർക്ക് ഇവിടെ വരാം. ഇവിടേക്ക് വരാൻ, ഞാൻ പാലക്കാട്ടുകാരിയാണ്. പാലക്കാട്ടിൽ നിന്ന് ഒരു ഡയറക്റ്റ് ബസ്സുണ്ട് ഊട്ടിയിലേക്ക്. രാവിലെ 6:30 മണിക്ക് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും സൗകര്യം.
അപ്പോൾ ബുക്ക് ചെയ്തിട്ട് നമുക്കിവിടെ വരാം. ഊട്ടി സ്റ്റേഷനിൽ ബസ് സ്റ്റാൻഡിൽ 11:15 ആ ബസ് എത്തും. അവിടുന്ന് ഇഷ്ടം പോലെ ബസ്സുകൾ നാരായണ ഗുരുകുലത്തിൻ്റെ ഈ വഴി വരുന്നുണ്ട്. കുട്ടി കുട്ടി ബസ്സുകളായിരിക്കും. ആ ബസ്സിൽ നമുക്ക് വേണമെങ്കിൽ വരാം. ഓട്ടോയിൽ വന്നാൽ, ഞാൻ ഓട്ടോയിലാണ് വന്നത്, 150 രൂപയാണ് ഓട്ടോക്കാരൻ വാങ്ങിയത്. അത്രയും വേണം, ദൂരമുണ്ട്. ദയവ് ചെയ്ത് ആര് വരികയാണെങ്കിലും വിളിച്ചറിയിക്കണം. ഇവിടുത്തെ രീതികളുമായിട്ട് പൊരുത്തപ്പെടാനുള്ള മനസ്സോടുകൂടെ വരണം. വന്ന് താമസിക്കാം. യാതൊരു കച്ചവട മനസ്ഥിതിയും ഇല്ലാത്തൊരു ഗുരുകുലമാണ്. എന്തെങ്കിലുമൊക്കെ വഴിപാടുകളോ അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വിൽപ്പനയോ പൂജയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക ദക്ഷിണകളോ ഇതൊന്നുമില്ലാണ്ട് നമുക്ക് വന്ന് നമ്മളോട് തന്നെ സംവദിക്കാൻ ഉള്ള ഒരിടം. ഇനി ഒന്നും കൂടെ പറയാം, നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് ഇവിടുത്തെ ശാന്തിയും സമാധാനവും സാത്വിക ഭക്ഷണവും തന്നതിനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു ദക്ഷിണ അവർ ചോദിക്കില്ല. നമുക്ക് ഒരു മനസ്സാക്ഷി ഉണ്ടല്ലോ, അതിനോട് യോജിക്കുന്ന രീതിയിലൊരു ദക്ഷിണ, അതുമാത്രമാണ് ഇവിടുത്തെ വരുമാനം എന്നും കൂടി പറയട്ടെ. പിന്നെ പുസ്തക വിൽപ്പനയും, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വാങ്ങിക്കാം, നിർബന്ധമില്ല. ഒരു കാര്യത്തിലും ഒന്നിലും നിർബന്ധം കാണിക്കാത്ത, വളരെ സ്വസ്ഥമായിട്ട് ഭൂമിയിലെ സമാധാനത്തിൻ്റെ ഇടം എന്ന് അക്ഷരത്തെറ്റില്ലാതെ പറയാൻ പറ്റുന്ന ഭാഗമാണ് ഊട്ടിയിലത്തെ ഫേൺ ഹിൽ നാരായണ ഗുരുകുലം. നന്ദി.